ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. വണ്ടിക്കിട്ട് ആരോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ആരാന്ന് നമുക്ക് അറിയത്തില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ബണ്ണിങ്സ് വെച്ച് തന്നെയാണ് നടന്നത്. ഞാൻ അവിടെയാ ലാസ്റ്റ് പോയത്. നമുക്ക് അവിടെ പോയി നോക്കാം. ബണ്ണിങ്സിന്റെ മാനേജർ പറഞ്ഞു അവർക്ക് ഫുട്ടേജ് നമുക്ക് ഡയറക്റ്റ് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഫുട്ടേജ് വേണമെങ്കിൽ പോലീസിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യണം. പോലീസാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഫുട്ടേജ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യം പോലും ഇല്ല. ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ പോലീസ് ലിങ്കിൽ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടതെന്ന് പറഞ്ഞൊരു കാർഡ് എടുത്ത് തന്നു. ആ കാർഡിലുള്ള നമ്പറിൽ വിളിക്കുക, ഓൺലൈനായിട്ട് ഈ കേസ് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓൺലൈൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്തു. ആ ഫുട്ടേജ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഓൾറെഡി ഡാമേജ് വണ്ടിയിലുണ്ടായിരുന്നു. സോ സംഗതി ബണ്ണിങ്സിൽ വെച്ചല്ല നടന്നതെന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ നേരെ വീണ്ടും പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അതിന് മുന്നേ ഞങ്ങൾ പോയ സ്ഥലം ഗ്ലാഡ്സ്റ്റൺ വാലിയിലുള്ള വൂൾവർത്തിന്റെ പാർക്കിങ്ങിലായിരുന്നു. ചിലപ്പോൾ അവിടെയാണോ നടന്നതെന്ന് ആ ഫുട്ടേജ് ചെക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഞങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് അവർ പറഞ്ഞു ആ ലിങ്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ വൂൾവർത്തിൻ്റെ ബിൽഡിംഗ് മാനേജർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ലിങ്കിലേക്ക് അവരുടെ ഫുട്ടേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഈ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ലിങ്ക് വൂൾവർത്തിൻ്റെ ബിൽഡിംഗ് മാനേജർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല, പോലീസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഫുട്ടേജ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് അന്നേരം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേരം തന്നെ പോലീസ് അവരെ വിളിച്ച് ശാസിക്കുമായിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. അവരുടെ പോളിസി എങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്തോളാം എന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഓർഗനൈസേഷൻ്റെ പോളിസിനാണ് പോലീസിൻ്റെ വാക്കിനേക്കാളും എല്ലാം. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ടോട്ടൽ ഒരു 2 to 3 വീക്സ് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ റിപ്പയർ ഉടനെ തന്നെ നടക്കും. കേസ് പോലീസ് ഈ ഫുട്ടേജ് കണ്ടുപിടിച്ച് നമുക്ക് ഡാമേജ് വരുത്തിയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ആ പോലീസ് റിപ്പോർട്ട് ഡയറക്റ്റ് നമ്മുടെ ഇൻഷുറൻസിന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ടീമിന് കൈമാറുകയും നമ്മുടെ എക്സസ് വേവ് ചെയ്ത് പറയാനുള്ള ഒരു കാരണം ഇതിൻ്റെ ഹോളൊരു ഔട്ട്കം നമുക്ക് നോക്കിയപ്പോൾ തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എല്ലായിടത്തുനിന്ന് ഫുട്ടേജ് ഒന്നും ഉണ്ടാവില്ല. ഫുട്ടേജ് ഉള്ളിടത്തുനിന്ന് കിട്ടാനായിട്ടുള്ള പാടുകൾ, അതുപോലെ പോലീസ് എടുക്കുന്ന ടൈം, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പം വണ്ടിയുടെ ചുറ്റുപാടൊന്നും നടന്നിട്ട് മേക്ക് ഷുവർ ചെയ്യുക. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള അപകടങ്ങളൊന്നും അതിൻ്റെ അത് നടന്നിട്ടില്ല, ഡാമേജസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ ഡാഷ് ക്യാം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ അതിന് മെമ്മറി കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഫുട്ടേജ് ഓവർ റൈഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ദിവസങ്ങളിൽ ഇന്ന ദിവസം നടന്ന ആക്സിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ആ ദിവസത്തെ ഫുട്ടേജ് ഇൻ കേസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് 2 or 3 ദിവസം കഴിയുമ്പം പഴയ ഫുട്ടേജ് എല്ലാം ഓവർ റൈഡായി പോയിട്ടുണ്ടാകും.